കാസർഗോഡ് ബേവിഞ്ചയിൽ ദേശീയപാതയിൽ കുന്നിടിഞ്ഞു. നിർമ്മാണം നടക്കുന്ന ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിലാണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് വീണത്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, വിവരങ്ങൾ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിൽ ചെർക്കള കഴിഞ്ഞ് ബേവിഞ്ചയിലെത്തുന്ന വളവിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞത്. ഈ ഭാഗത്ത് ഭിത്തി സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു. ആ ഭാഗമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ ഭാഗമാണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഇതിന് മുകളിൽ 4 വീടുകളുണ്ട്. ആ വീട് അപകടാവസ്ഥയിലായ സ്വഭാവത്തിലാണ് ഇപ്പോൾ ഇതിനോട് ചേർന്ന ഭാഗം പൂർണ്ണമായും റോഡിലേക്ക് മണ്ണും സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ കല്ലും ഒക്കെ ഇടിഞ്ഞ് വീണത്. ഇത് ബസ് സ്റ്റോപ്പായിരുന്നു. ബസ് സ്റ്റോപ്പ് ഈ ഇടിഞ്ഞ് വീഴുന്നതിന് തൊട്ട് മുൻപ് അവിടെ 3 പേരുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവർ ബസ് വന്ന് അതിൽ കയറിപ്പോയത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ചെർക്കള ചട്ടഞ്ചാൽ ഭാഗത്ത് നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഭീകരമായി മണ്ണിടിയാൻ സാധ്യതയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. നേരത്തെ ജില്ലാ ഭരണകൂടം അപകട സാധ്യതയുള്ള സ്ഥലങ്ങളായി കണക്കുകൂട്ടിയ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞ വീണ സ്ഥലം. ഈ ഭാഗത്ത് നിർമ്മാണ കമ്പനി പ്രത്യേകം ഭിത്തി ഈ മതിൽ കുന്നിടിഞ്ഞു വീഴാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സംരക്ഷണ ഭിത്തി ഒരുക്കിയിരുന്നു. പക്ഷേ ആ ഒരുക്കിയ ഭിത്തി ഉൾപ്പെടെയാണ് ഇപ്പോൾ അത് പൂർണ്ണമായും മണ്ണും കല്ലും ചേർന്ന് ആ ഭാഗം താഴ്ന്ന് വീണിരിക്കുന്നത്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. അവർ ഈ കോൺക്രീറ്റ് ഭിത്തി സ്ഥാപിക്കണം എന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അത് ഉൾക്കൊള്ളാൻ നിർമ്മാണ കമ്പനി തയ്യാറായിട്ടില്ല. ഇത് പരിഹരിക്കും എന്ന് പല സന്ദർഭങ്ങളിലായി നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ അതിഭീകരമായ ഒരു അവസ്ഥയാണ്, അതിന് പരിഹാരം കാണണം എന്ന് നിരവധി തവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നിട്ട് പോലും അതിന് ഒരു തരത്തിലുള്ള അപായ സൂചനകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപപ്പെടുത്തി വിവിധ സമരങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളിത് ഇവിടെ ഈ നാട്ടിലെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 2-3 വർഷം മുമ്പ് ഈ പ്രവൃത്തി തുടങ്ങുന്ന മുമ്പ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതാണ്. അന്ന് മുതൽ ഞങ്ങൾ ഈ പറയുന്നുണ്ട് അശാസ്ത്രീയമാണ് ഇവരുടെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ കട്ടിങ്ങുള്ള ഭാഗത്ത് റിട്ടേണിംഗ് പോലെ അതായത് കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കണമെന്നും കഴിഞ്ഞ കാലവർഷം ഇതുപോലെ ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോഴും ഈ ജില്ലാ അധികാരിയോടും അതുപോലെയുമായി ബന്ധപ്പെട്ട NH അതോറിറ്റിയോടും മേഘാ കമ്പനിയോടും ഒക്കെ ഞങ്ങളിത് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്കത് ചെയ്തു തരാമെന്ന് ഒരു ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇവിടെ പ്രവൃത്തി തുടങ്ങാനുള്ളത് ഞങ്ങൾ അനുവദിച്ചത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഞങ്ങൾ വീണ്ടും ഇത് ആവശ്യപ്പെടുന്നത് റിട്ടേണിംഗ് വോൾ ചെയ്യാതെ ഇവിടെ ഞങ്ങൾ ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. നേരത്തെ ഇതിൻ്റെ ഒരു സംരക്ഷണ ഭിത്തി എന്ന് അവർ പറയുന്നത് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, അത് ഉൾപ്പെടെയാണ് തകർന്നത്. അത് മതിയാവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോൾ ഇത് സോയിൽ നെയിലിംഗ് എന്ന ടെക്നോളജി വെച്ച് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല. ഞങ്ങൾക്ക് RCC വാളാണ്, ഞങ്ങൾ കോൺക്രീറ്റ് വാളാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ നേരത്തെ കളക്ടർ വന്നു, കളക്ടറോട് ഞങ്ങൾ ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ, അതായത് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയത് അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയാലേ ഞങ്ങൾ ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കുമെന്നാണ് നാട്ടുകാരുടെയും ആക്ഷൻ കമ്മിറ്റി തീരുമാനം. ഗതാഗതം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. ബേവിഞ്ചയിലാണ് ദേശീയപാതയിലെ കുന്ന് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ചട്ടഞ്ചാൽ ചെർക്കള നാഷണൽ ഹൈവേയിലാണ് കുന്നിടിഞ്ഞിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സമരസമിതി സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.